ഗില്ലൻബാരി സിൻഡ്രോം എന്ന അപൂർവ രോഗം ബാധിച്ച 16-കാരനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കൊച്ചി രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർ. ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയിൽ നിന്നാണ് വൈദ്യശാസ്ത്രത്തെ കൂട്ടുപിടിച്ച ലക്ഷദ്വീപ് സ്വദേശിയായ സാജിദ് മുറാദിൻ അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തിയത്. 4 മാസത്തെ തീവ്ര പരിചരണത്തിനൊടുവിലാണ് സാജിദ് മുറാദിൻ ഇങ്ങനെ നടക്കാനുള്ള ശേഷി വീണ്ടെടുത്തത്. ഒരു സാധാരണ ക്ഷീണത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നാത്ത ക്ഷീണം. ആ ക്ഷീണം കാലുകളിലെ ബലഹീനതയിലേക്കും മരവിപ്പിലേക്കും വഴിമാറി. നിമിഷങ്ങൾക്കകം കൈകാലുകൾ തളരുന്ന അവസ്ഥയിലെത്തി. എൻ്റെ മോനെ ഒരു സുപ്രഭാതത്തിൽ എന്നോടൊപ്പം ഭക്ഷണം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു കുട്ടിയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ കൈകാലുകൾ മരവിക്കുകയും ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഉടനെ എയർ ആംബുലൻസിൽ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തുകയും പൂർണ്ണമായി ശരീരം തളരുകയും ഒരു വെള്ളം പോലും ഇറക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ പോവുകയും അവിടുത്തെ ഡോക്ടർ ദർശൻ സാറിനെ കാണുകയും മോൻ്റെ മെഡിക്കൽ സമ്മറി ദർശൻ സാറിനെ കാണിക്കുകയും സൗമ്യ മാഡത്തിൻ്റെയും ദർശൻ സാറിൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പൂർണ്ണമായി ഞങ്ങൾ ഒരു ഘട്ടത്തിൽ കൈയൊഴിഞ്ഞിരുന്നു എൻ്റെ മകനെ. എൻ്റെ മോനിന്ന് ഭക്ഷണം കഴിക്കാനും അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാനും അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാനും ഒക്കെ സാധിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കിട്ടിയ ആ ചികിത്സയായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട സാജിദിനെ ലക്ഷദ്വീപിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചത്. 90% ചലനശേഷി നഷ്ടപ്പെട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ സാധിക്കാതെ വെന്റിലേറ്റർ സഹായത്തോടെ മാത്രം ജീവൻ നിലനിർത്തുന്ന ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ആലുവ രാജഗിരി ആശുപത്രിയിൽ ഇദ്ദേഹത്തെ എത്തിച്ചത്. ഡോക്ടർമാരായ സൗമ്യ മേരി തോമസ്, ദർശൻ ജയറാംദാസ്, നിഖിത റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് സാജിദിനെ ചികിത്സിച്ചത്. ശ്വസനപേശികളുടെ ബലക്കുറവ് കാരണം ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വന്നു. ഇതിനിടെ 5 തവണ പ്ലാസ്മ ഫെറസിസിനും സാജിദ് വിധേയനായി. പോർട്ടബിൾ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ആയതോടെ ഡോക്ടർ രമ്യ മാത്തുവിന്റെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പിയും ആരംഭിച്ചു. ദിവസേനയുള്ള കഠിനമായ പരിശീലനത്തിലൂടെ സാജിദ് ചലനശേഷി വീണ്ടെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ജനം.